ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വെറും 2 ടൈപ്പ് മെറ്റീരിയൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്, രണ്ടാമത്തെ മെറ്റീരിയൽ വന്നിട്ട് കുറച്ച് ബീഡ്സാണ്. രണ്ടും ഒരേ കളറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴയും മഴക്കാറൊക്കെ ഉള്ളൊരു ടൈമാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും, അതുകൊണ്ട് നിങ്ങളുടെ ഫോണിലുള്ള ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ വീഡിയോ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ 3 ഡോട്ട് ഉണ്ടാവും, അതിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ HD വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ കയറിയാലും മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിനായിട്ട് വേണ്ടത് 2 സൈസിലുള്ള ഗിയർ വയറാണ്. ഒന്ന് 3mm ഒന്ന് 4mm ആണ് കേട്ടോ. അത്യാവശ്യം നല്ല തിക്കുള്ള ഗിയർ വയറാണ്. നമ്മളിതിൻ്റെ സെയിലുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ചില ടൈമിൽ നമ്മൾ ഓഫർ റേറ്റിനൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നമ്മളുടെ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഓഫർ ഉള്ളതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പിങ്ക് കളറിലുള്ള ബീഡ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ സൈസ് വന്നിട്ട് 4 ആണ്. നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പിങ്ക് കളറാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് കേട്ടോ. എത്രയാണോ ബ്രൂച്ചിൻ്റെ ലെങ്ത്ത് അതിനനുസരിച്ച് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം. നമ്മളിവിടെ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു 3mm ഗിയർ വയറാണ് എടുക്കുന്നത്. അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു കമ്പിയിൽ ഇതുപോലെ 5 മുത്തുകൾ വരി വരിയായിട്ട് കോർത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു 5 മുത്തുകൾ എടുക്കുക, അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ വീണ്ടും ഒരു 5 മുത്തുകൾ വരി വരിയായിട്ട് കോർത്തെടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് താഴെ കാണുന്ന ആ ഒരു 2 കമ്പികൾ ഇതുപോലെ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ വീണ്ടും 5 മുത്തുകൾ കോർത്തതിന് ശേഷം അതും നന്നായിട്ട് അങ്ങ് പിരിച്ചതിന് ശേഷം ആ ഒരു മുത്ത് നടുക്ക് ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ട്. കണ്ടില്ലേ, ഇതുപോലെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഭംഗിയിൽ വേണം കേട്ടോ നമ്മൾ ഉണ്ടാക്കാനായിട്ട്. ഇനി താഴെ കാണുന്ന കമ്പികൾ നന്നായിട്ട് പിരിച്ചതിന് ശേഷം ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാടെണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. നല്ല അടിപൊളിയായിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാടെണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ഹെവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പാർട്ടുകൾ കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ള പാർട്ടാണ് ഉണ്ടാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ തള്ളി നിൽക്കുന്ന ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കട്ട് ചെയ്ത് മാറ്റാണ്. ആ ഒരു കൊമ്പ് പോലെ നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റാണ്. നീളം ഉണ്ടെങ്കിൽ ഇനിയിപ്പം ഈ ഒരു ഫ്ലവറല്ല, വേറെ ഏത് ഫ്ലവർ ആണെന്നുണ്ടെങ്കിലും കുറച്ച് നീളത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ 3mm കമ്പി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു കമ്പിയിൽ ഈ ഒരു പിങ്ക് കളറിലുള്ള മുത്ത് നമ്മൾ കോർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു കമ്പി ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ കോർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഒരു ഹോൾ ഉണ്ടാവും, അതിലൂടെ നമ്മൾ ഈ ഒരു കമ്പി ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബ്രൂച്ചിൻ്റെ പാർട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. അത്ര ടൈമും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇതേ നമ്മളുടെ ഫ്ലവർ വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 3 പാർട്ടുകളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ 4mm ഗിയർ വയർ എടുക്കുകയാണ് കേട്ടോ. അത് എത്രയാണോ ബ്രൂച്ചിൻ്റെ ലെങ്ത്ത് ആ ഒരു ലെങ്ത്തിനനുസരിച്ച് നമ്മൾ ഈ ഒരു കമ്പി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ആ ഒരു കമ്പീൻ്റെ അറ്റം ഇതുപോലെ വളച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കിട്ടുന്നത്. ഇനി ഈ കാണുന്ന കമ്പിയിൽ ഈ കാണുന്ന പാർട്ടുകളൊക്കെ വെച്ചിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബീഡ്സിൻ്റെ പാർട്ട് ഇതുപോലെ നേരെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു പാർട്ടും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പാർട്ടും കൂടെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ വെച്ചാലാണ് ഭംഗി ആ ഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മളിത് പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ബീഡ്സ് ഒന്നും അധികം മറയാത്ത രീതിയിൽ വേണം നമ്മളത് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു പാർട്ടും കൂടെ വെച്ച് കൊടുക്കുക. അത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പാർട്ടും കൂടെ വെച്ച് കൊടുക്കുകയാണേ. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വെക്കുമ്പോഴാണോ ഈ ഒരു ബ്രൂച്ചിന് ഭംഗി കിട്ടുന്നത് ആ ഒരു സൈഡിൽ വെച്ചിട്ട് വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു പാർട്ടും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അത് ഇതുപോലെ നേരെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പി നന്നായിട്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കുക. അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു ബീഡ്സ് എല്ലാം ഹൈഡായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ താഴോട്ട് അങ്ങ് വെച്ച് കൊടുക്കരുത്, കാരണം അതിൻ്റെ ഭംഗി പോവും. ഈ ഒരു ഫ്ലവേഴ്സും ബീഡ്സും ഒരു കണക്ഷൻ വരുന്ന രീതിയിൽ വേണം നമ്മളത് അടുത്തടുത്തായിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. എല്ലാം വിസിബിൾ ആവുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേ നമ്മൾ ബീഡ്സ് വെച്ചു, ബീഡ്സിൻ്റെ പാർട്ട് വെച്ചു, അത് നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ബീഡ്സിൻ്റെ പാർട്ടും കൂടെ വെച്ച് കൊടുക്കുക, അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മളുടെ മൂന്നാമത്തെ ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ്. അതും നല്ല ഭംഗിയിൽ അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ പിരിച്ചു കൊടുക്കുക. ഫ്രണ്ടും ബാക്കും കാണുമ്പോൾ നല്ലൊരു ഭംഗി വേണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വൃത്തിയിൽ പിരിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു ബീഡ്സിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുക, നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു പാർട്ടും കൂടെ വെച്ച് കൊടുക്കുക, അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മൾ പാർട്ടുകൾ ഫുള്ള് ഇതിൽ പിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഈ കാണുന്ന കമ്പി ഒന്ന് വളച്ചു കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. കമ്പി കുത്താത്ത രീതിയിൽ നല്ല ചേർത്ത് വേണം ചുറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേ നമ്മളുടെ ഹെയർ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് വലിയവർക്കും കൊച്ചു പിള്ളേർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ ഹെയർ ബ്രൂച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പല കളേഴ്സിലായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ബീഡ്സും ഒരുപാട് ഐറ്റം ബീഡ്സ് ഉണ്ട്, ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ട്, വൈറ്റിലും ഗോൾഡിലും വരുന്ന ഒരുപാട് ഐറ്റം വെറൈറ്റി ആയിട്ടുള്ള ബീഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സി യു.